ജീവിതത്തിൽ എല്ലാവരും നമ്മളെ ഒരുപോലെ കാണണം എന്നൊന്നുമില്ല. ഓപ്പോസിറ്റിലെ ആൾക്ക് നമ്മളെക്കുറിച്ചുള്ള മനസ്സിലൊരു ചിത്രം ഉണ്ടാവും. അവരുടെ മനസ്സിലൊരു നമ്മളൊരു ചിത്രം പതിഞ്ഞു നിന്നിട്ടുണ്ടാവും. ആ ചിത്രത്തിൽ നിറങ്ങളും ഭംഗികളും രേഖകളൊന്നും നമ്മൾ കൊടുത്തതല്ല. അത് ആദ്യമേ അവർ തന്നെ അവരുടെ മനസ്സിൽ പതിപ്പിച്ചതാണ്. അവരുടെ അനുഭവങ്ങളും അവരുടെ കാഴ്ചപ്പാടുകളും അപ്പോൾ മറ്റുള്ളവർ പറഞ്ഞ കഥകളും ചേർന്നാണ് ആ ചിത്രം പതിഞ്ഞിട്ടുണ്ടാവുക. ആ ഒരു ചിത്രം മാറ്റി വരയ്ക്കണം എന്ന് നമ്മൾ വിചാരിച്ചാൽ അതൊരിക്കലും നടക്കത്തില്ലേ. അവരുടെ മനസ്സിൽ നമുക്ക് കയറി ചെല്ലാമെന്നൊന്നും നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്. നമുക്ക് ആഗ്രഹം ഉണ്ടാവും, നമ്മളെല്ലാവരും നല്ലതുപോലെ കാണണം, നല്ല കണ്ണിലൂടെ കാണണം, അതൊക്കെ നമുക്കൊരു ആഗ്രഹം ഉണ്ടാവും. നമ്മളെ എഴുത്ത് നമ്മൾ നല്ല ഭയങ്കര പെർഫെക്റ്റ് ആയിരിക്കാം. പക്ഷെ അതുപോലെ ഓപ്പോസിറ്റിലെ ആൾക്കും നമ്മൾ ഭയങ്കര പെർഫെക്റ്റ് ആയിരിക്കണം എന്നൊന്നുമില്ല. ചിലവർക്ക് നമ്മൾ ഭയങ്കര സത്യസന്ധതയായിരിക്കും, അതുപോലെ തന്നെ നമുക്കും ഭയങ്കര സത്യസന്ധതയായിരിക്കും. ചില ആൾക്കാർക്കാണെങ്കിൽ നമ്മളൊന്നിനും കൊള്ളാത്തവരായിരിക്കും, തീരെ വിശ്വസിക്കാൻ പറ്റാത്ത ആളായിരിക്കും, വിശ്വസ്തത ഇല്ലാത്ത ആളായിരിക്കും, ഒന്നിനും പറ്റാത്ത ആൾക്കാരായിരിക്കും. അങ്ങനെയൊക്കെ ആയിരിക്കും ജീവിതത്തിൽ. അങ്ങനെയൊക്കെ ഒരു പ്രതിസന്ധികൾ ഉണ്ടാവുകയാണെങ്കിൽ നീ ഒന്ന് മനസ്സിലാക്കുക, നീ എന്താണെന്ന് നിനക്ക് നന്നായി അറിയാം. നീ എന്താണെന്നും നീ ആരാണെന്നും നീ എങ്ങനെയാണ് കടന്നു പോകുന്നതും നിന്റെ സാഹചര്യം എന്താണെന്നും എന്നതൊക്കെ. മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിന് വേണ്ടിയിട്ട് നമ്മളെ തന്നെ മാറ്റിയെടുക്കാൻ ഒരിക്കലും ശ്രമിക്കരുത്. നമ്മൾ നല്ല തന്നെ ആയിരിക്കും, പക്ഷേ അല്ലെങ്കിൽ ഇവിടെ നമ്മളൊരു നിൻ്റെ സ്വഭാവം ശരിയില്ല എന്ന് പറഞ്ഞിട്ട് നീ ഇന്നാളെ കണ്ടിട്ട് പഠിക്കണം എന്ന് വിചാരിച്ച് അവരുടെ സ്വഭാവം നമുക്ക് ഒരു ദിവസം പറ്റുമായിരിക്കും, രണ്ടാമത്തെ ദിവസം നമുക്ക് മടുപ്പ് വരാൻ തുടങ്ങും. നമ്മളെങ്ങനെയാണോ അതുപോലെ നമ്മൾ നിൽക്കുക. വേറൊരാളെ ക്യാരക്ടർ യൂസ് ചെയ്യാതെ അല്ലെങ്കിൽ അവരെ ഇവനെ കണ്ടുപിടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഭയങ്കരമായിട്ട് അവോയ്ഡ് ചെയ്തിട്ട് നമ്മൾ അവരാകാൻ വേണ്ടിയിട്ട് ഒരിക്കലും ശ്രമിക്കാതിരിക്കുക. നീയാവുമ്പോഴാണ് നിനക്കെപ്പോഴും നീ പെർഫെക്റ്റ് ആയിട്ടിരിക്കുക. എല്ലാവരുടെയും മനസ്സിലെ അല്ലെങ്കിൽ എല്ലാവരുടെയും ചിത്രത്തിൽ നമ്മൾ നല്ലവരായി കാണണം എന്നൊന്നുമില്ലേ. നമ്മുടെ ഉള്ളിൽ സത്യസന്ധതയോടെ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ജീവിതത്തോടെ ജീവിക്കുമ്പോഴാണ് അവിടെ നമുക്കൊരു വിജയം കാണാൻ വേണ്ടി സാധിക്കുക. നീ എന്നും നീയാവാൻ വേണ്ടി ശ്രമിക്കുക. മറ്റുള്ളവരെ പോലെ നീ അനുകരിക്കാതിരിക്കുക. നിന്നെക്കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നീ ചെയ്യുക. നീ എങ്ങനെയൊക്കെ ഹാപ്പി ആവാൻ പറ്റുമോ അങ്ങനെയൊക്കെ നീ ഹാപ്പി ആയിരിക്കുക. നിൻ്റെ ഹാപ്പിക്ക് വേണ്ടിയിട്ട് നീ മറ്റുള്ളവരുടെ സന്തോഷം കണ്ടിട്ട് നീ ഹാപ്പി ആക്കാതിരിക്കുക. സോ താങ്ക് യു.